Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. മണ്ണിലാണ്ട് കിടന്ന മൃതദേഹം വെറും കൈയോടെ പുറത്തെടുത്ത അനുഭവം വിവരിക്കുമ്പോൾ ടീം വെൽഫെയർ അംഗങ്ങളുടെ ശബ്ദമിടറുന്നു. യാതൊരു സന്നാഹവും ഇല്ലാതെയാണ് ഇവർ ചാലിയാറിന്റെ തീരത്തിലൂടെ തിരച്ചിൽ നടത്തിയത്. നേരം പുലർന്നു വരുന്നതേയുള്ളൂ. ചാലിയാറിന്റെ തീരത്തൂടെ നടന്നു നീങ്ങുകയായിരുന്നു ഞങ്ങൾ. ഇടയ്ക്ക് കാട്ടിലൂടെ കയറിയിറങ്ങി. പിന്നെ നിരപ്പായ സ്ഥലത്തെത്തി. വലിയ മീനുകൾ കരയിലേക്ക് കയറി വരുന്നു. മനുഷ്യ ശരീരം ജീർണിച്ചതിന്റെ ഗന്ധമുണ്ട്. വെയിൽ വീണ തീരത്ത് സൂക്ഷ്മമായി നോക്കുന്നതിനിടയിൽ ഞങ്ങളുടെ കൂടെയുള്ള ജലീൽ മുഷ്ടി ചുരുട്ടിയ നിലയിൽ ചെറിയൊരു കൈമാത്രം മണലിൽ ഉയർന്നു നിൽക്കുന്നത് കണ്ടു. ഓടിച്ചെന്ന് കൈ കാണുന്ന ഭാഗത്തെ മണ്ണ് നീക്കി. മണ്ണ് നീക്കുന്നതിനനുസരിച്ച് വെള്ളം ഉറവ പോലെ പൊന്തി വന്നു. ഒരു സ്ത്രീയുടെ മൃതദേഹമാണതെന്ന് തിരിച്ചറിഞ്ഞു. മൃതദേഹം പുറത്തെടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നാട്ടുകാരിലാരോ കൈക്കോട്ടുമായി വന്നു. മണ്ണ് നീക്കുന്നതിനനുസരിച്ച് വെള്ളം ഉയരാൻ തുടങ്ങി. മൃതദേഹം പുറത്തെടുക്കാനാവാത്ത അവസ്ഥ. അതിനിടയിൽ ആഴത്തിൽ അമർന്നു കിടക്കുന്ന വലിയൊരു ഇരുമ്പ് കമ്പി കണ്ടു. ആ കമ്പി എല്ലാവരും ചേർന്ന് സാഹസികമായി ഉയർത്തി. അതിനൊപ്പം മൃതദേഹവും ഉയർന്നു വന്നു. ഒരു കാലിലായിരുന്നു ആ ശരീരത്തെ. തുണിയിട്ട് മൂടി കമ്പിൽ ഊഞ്ഞാലു കെട്ടി തോളിലേറ്റി ഒരുപാട് ദൂരം നടന്നു. പിന്നെ ഒരു ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ കാട്ടിലൂടെ സഞ്ചരിച്ച് പുറത്തെത്തിച്ചു. ടീം വെൽഫെയർ വോളണ്ടിയർ മുഹമ്മദ് കുട്ടി കരുവാരക്കുണ്ടിന്റെ അനുഭവ വിവരണമാണിത്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് 2 യൂണിറ്റാണ് ആദ്യം ഇതിന്റെ അകത്തേക്ക് കയറിപ്പോയത്. ഏകദേശം 12 കിലോമീറ്ററോളം ഞങ്ങൾ അകത്തേക്ക് പോയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫസ്റ്റ് വന്ന ഇതിൽ അക്കരെ നമുക്ക് അങ്ങോട്ട് കടക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. അവിടുന്ന് ഏകദേശം 6 മൃതദേഹങ്ങൾ ഫസ്റ്റ് കണ്ടെടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഞങ്ങൾ പിന്നെ ഒരു 5 കിലോമീറ്റർ മേലേക്ക് പോയപ്പോഴാണ് ആദ്യത്തെ മൃതദേഹം കാണുന്നത്. മൃതദേഹങ്ങളൊന്നും പൂർണ്ണമായുള്ളതല്ല, എല്ലാം ഛിന്ന ഭിന്നമായി ആയിട്ടുള്ളതാണ് അവസ്ഥയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഏതായാലും 2 യൂണിറ്റിനും ഓരോ മൃതദേഹങ്ങൾ നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു യാത്ര, അതായത് ഈ റെസ്ക്യൂവിന് വേണ്ടി നമ്മൾ ഇത്രയും ശ്രമകരമായ ഒരു ദൗത്യം ആദ്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു 7-8 കിലോമീറ്റർ പൂർണ്ണമായിട്ടും കാടിന് അകത്ത് കൂടെ തന്നെയാണ്. വഴികൾ ഭയങ്കര ദുഷ്കരം ആയിരുന്നു വഴികളെല്ലാം. എന്നിരുന്നാലും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുമ്പോൾ തീർച്ചയായും ടീം വെൽഫെയർ ഇതിൻ്റെ കൂടെ ഉണ്ടാവും. എന്ത് ദുരന്തം നാട്ടിലുണ്ടാവുകയാണെങ്കിലും ടീം വെൽഫെയർ അതിന് മുന്നിൽ തന്നെ ഉണ്ടാവും എന്നറിയും. ഞങ്ങൾ രാവിലെ 6:30-7 മണിയോടുകൂടി ഇവിടുന്ന് ഞങ്ങൾ പുറപ്പെട്ടു. ഏകദേശം 7-8 കിലോമീറ്റർ, ഏകദേശം 8 കിലോമീറ്ററിന് മുകളിൽ, ഏകദേശം നല്ല മുകളിൽ പോയിരുന്നു. അവിടുന്ന് പിന്നെ തെരഞ്ഞ് 2 ആളുടെ ഭാഗമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഒരാളുടെ കൈയും കാലിൻ്റെ ഭാഗങ്ങളും അടങ്ങുന്ന ഒരാൾ, പിന്നെ ഒരു സ്ത്രീൻ്റെ സംശയിക്കുന്ന കാല്. കാരണം എന്ന് പറഞ്ഞാൽ അതിൽ കാലിൽ മൈലാഞ്ചി പോലത്തെ സ്ക്രൂടെക്സ് അങ്ങനെ സാധനം കാലിൻ്റെ വിരലിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കാലിൻ്റെ ഭാഗം, ഇത്രയും ഭാഗമാണ് ഞങ്ങൾക്കൊന്ന് കിട്ടിയത്. അതിപ്പോൾ കൊടുന്ന് കൈമാറി നമ്മളെ നേരെ പറഞ്ഞ് 4 ബോഡി ബോഡികളും പാർട്സുകളൊക്കെ ആയിട്ടാണ് കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ തിരച്ചിലിന്റെ 2ാം ദിനത്തിലും കാട്ടിലൂടെ അലഞ്ഞലഞ്ഞാണ് മൃതദേഹങ്ങളും ശരീരാവശിഷ്ടങ്ങളും കണ്ടെത്തിയത്. ഈസ്റ്റ് ലൈവ്, എടക്കര.